ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ ബാക്കിലായിട്ട് ഇപ്പോൾ ഇന്നലെ മഴയൊക്കെ പെയ്ത കാരണം തൊടിയിൽ നല്ലൊരു എന്താ പറയുക, വെള്ളത്തിൻ്റെ നനവ് മണ്ണിലൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. അപ്പം ഒന്ന് ചെറിയ തോതിലൊന്ന് കിളച്ച് ഒന്ന് എടുക്കാനൊക്കെ പറ്റിയ സമയമാണ് കേട്ടോ. ചേമ്പിൻ്റെ തൈകളും കൂവയുടെ തൈയും ഒക്കെ മുളച്ച് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് മണ്ണിട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾക്കൊക്കെ ഒന്ന് ചെറുതായി മണ്ണിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ പച്ചമുളക് ഉണ്ടായിരുന്നു, അതിൻ്റെ തൈകൾ, അതിനൊക്കെ ചെറുതായി മണ്ണിട്ട് കൊടുക്കുകയാണ്. എന്താ പറയുക, ഒന്ന് കെയർ ചെയ്താൽ പെട്ടെന്ന് വളരും കേട്ടോ. ഇനി ഇടയ്ക്ക് മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് മുളകിൻ്റെ തൈ, പയറിൻ്റെ വിത്ത് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീരയുടെ വിത്ത് അതും ഒന്ന് മണ്ണിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെറുതായി മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 1 മണിക്കൂർ സമയം തൊടിയിൽ ചിലവഴിച്ചതിന് ശേഷമാണ് രണ്ട് കലേഡിയത്തിൻ്റെ തൈകൾ കാണാൻ കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. അത് ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടി ഒരു ചെറിയ ചട്ടി, 2 ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കരിയിലയും മണ്ണും ഒക്കെ ചേർത്തിട്ട് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അങ്ങനെ 1 മണിക്കൂറൊക്കെ നമ്മൾ പുറത്ത് ജോലി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അടുക്കളയിൽ കയറിക്കുകയാണ്. പിന്നെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, കുറച്ച് കഷ്ണം മീനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോൾ അതെല്ലാം ശരിയാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു അരമണിക്കൂർ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം അത് നന്നായി കഴുകി വൃത്തിയാക്കണം കേട്ടോ. എന്തെങ്കിലും കെമിക്കൽ ഉണ്ടെങ്കിൽ പോവാനാണ്. നുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ നന്നായി കഴുകിയതിന് ശേഷം ഇന്ന് ഇത് എടുക്കണില്ല കേട്ടോ. ഇന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് കഷ്ണം മീനുണ്ട്, അതാണ് എടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ശരിയാക്കുന്നുണ്ട്. എന്നിട്ട് മസാല ചേർത്ത് വെക്കുകയാണ്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം എടുത്ത് അതിൻ്റെ നീര് മാത്രമേ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചെറുനാരങ്ങ നീര് ഇതൊക്കെ ഒഴിച്ച് കൊടുത്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ സമയമായിട്ടുണ്ട്. ഉച്ച ഊണിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ അതൊക്കെ. ഒരുപാട് അങ്ങ് മസാല ആക്കി വെക്കണമൊന്നുമില്ല. അങ്ങനെ ഒരു ചട്ടി എടുത്ത് അതിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണവും രുചിയും ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മളെ മീനൊക്കെ ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. മുറ്റത്ത് എന്താ പറയുക, കട്ടയും അതുപോലെ മണ്ണും ഒക്കെ ഉണ്ട് കേട്ടോ. വീട് പണി നടക്കുക കാരണം കുട്ടികൾക്ക് കളിക്കാനൊന്നും ഒരു സൗകര്യമൊക്കെ കുറവാണ്. അപ്പോൾ എങ്കിലും അവർ ആ വൈകുന്നേരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കുകയാണ്. ആ സമയത്ത് ഞാൻ കുറച്ച് നേരം അവരെ അവിടെ പാടത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലമാണ്. നമുക്ക് കുട്ടികൾക്ക് കളിക്കാനും വലിയവർക്കൊക്കെ സന്തോഷകരമായൊരു സായാഹ്നം കേട്ടോ അവിടെ കിട്ടുക. നമുക്ക് കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിലും ഇങ്ങനെ എള്ളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാടത്തെ എള്ളൊക്കെ ഒന്ന് ശരിയായി വരുന്നുണ്ട് കേട്ടോ. ഒന്ന് മൂത്തിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ തത്തകൾ ഫുള്ളും അത് ഒടിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല കാഴ്ചയാണെങ്കിലും ഒരുപാട് തത്തകളുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അവർ ഓരോന്നും കൂട്ടം കൂട്ടായി വന്ന് അതൊക്കെ ഫുള്ള് എടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ കളിക്കുന്ന കുട്ടികളൊക്കെ അവരെ ആട്ടി ഓടിക്കണമൊക്കെ ഉണ്ട്. എങ്കിലും പിന്നെയും അവർ വന്നതൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ മയിലിൻ്റെ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അതും തത്തകളും അതുപോലെ കുട്ടികൾ കളിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണെങ്കിലും സന്തോഷത്തോടെ നമുക്ക് അവിടെ ഇരിക്കാൻ. സായാഹ്നങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു മാനസിക ഉല്ലാസത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോലെ, ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളെ അത്യാവശ്യം വാച്ചിങ് ടൈമൊക്കെ ആയിട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ ഇത്രയും വാച്ചിങ് ടൈമൊക്കെ അയക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഇടാം കേട്ടോ. അങ്ങനെ കുട്ടികൾ കളിക്കണതിനിടയിൽ തൊട്ടാവാടിയിൽ ഒക്കെ കണ്ടിട്ട് അതിനുമൊക്കെ തൊട്ട് കളിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം കേട്ടോ. വീട്ടിൻ്റെ ഉള്ളിൽ വീഡിയോ അതുപോലെ ടി വി മാത്രം കാണാതെ നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി ഇതുപോലുള്ള കാഴ്ചകളും ഒക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ തന്നെ ഇറങ്ങിയാലേ മക്കളുടെ കൂടെ നമ്മളും ഉണ്ടെങ്കിൽ അവരും ഒന്ന് എൻജോയ് ചെയ്ത് ഒക്കെ എല്ലാം അതിന് നിൽക്കും നമ്മുടെ കൂടെ. ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.